അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. അല്ലാഹുമ്മ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമാണ് സൗദി അറേബ്യയിലെ ഭൂപ്രകൃതി. നമ്മുടെ നാടിനെ അപേക്ഷിച്ച് ഇവിടെ കുന്നും മലയൊക്കെ കുറച്ച് കൂടുതലാണ്, അധികമാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പർവ്വതങ്ങൾ അള്ളാഹുവിൻ്റെ വലിയൊരു അത്ഭുതമാണ്. ഖുർആൻ നമ്മളോട് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ് പർവ്വതങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കാനും ആ പർവ്വതങ്ങളെ എങ്ങനെയാണ് അള്ളാഹു നാട്ടി നിർത്തിയിട്ടുള്ളത് എന്ന് ആലോചിക്കാനും ഒക്കെ. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്നുണ്ട് വൈലൽ ജിബാലി കൈഫ നുസിബത്ത്. അത് ശരിക്കൊരു അത്ഭുതം തന്നെയാണ്. ഈ ഭൂമി ചലിക്കാതിരിക്കാൻ അള്ളാഹു ഭൂമിയിൽ നിശ്ചയിച്ചിട്ടുള്ള ആണികളാണ് പർവ്വതങ്ങൾ. വൽ ജിബാല ഔത്താദ എന്ന് പറഞ്ഞല്ലോ, പർവ്വതങ്ങളെ നാം ആണികളാക്കിയിരിക്കുന്നു. ശരിക്കും വത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻ്റൊക്കെ അടിക്കുന്ന സമയത്ത് 4 മൂലയും വലിച്ചു കെട്ടി ഒരു കുറ്റിയിൽ തറക്കുമല്ലോ, കുറ്റി തറച്ചിട്ട് അതിൽ കെട്ടും. ആ കുറ്റിക്കാണ് വത്തത് എന്ന് പറയുക. അത് നല്ല ആഴത്തിൽ നല്ല ഉറപ്പിൽ എന്ത് ചെയ്യും, മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ശരിക്കും ഈ പർവ്വതങ്ങളുടെ ഒരു ശക്തിയെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് ഖുർആൻ പറയുന്ന ഒരായത്തിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുക. ലൗ അൻസൽന ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണ് അള്ളാഹു ഈ ഗ്രന്ഥം ഇറക്കിയിട്ടുണ്ടായിരുന്നത് എങ്കിൽ ആ പർവ്വതം പൊട്ടിത്തകർന്നു പോകുന്ന പറഞ്ഞത്, പേടിച്ച് ബേജാറായിട്ട്. അത് ശരിക്കൊരു ആലങ്കാരിക പ്രയോഗമല്ല, അള്ളാഹു ശരിക്കും പറഞ്ഞതാണ്. അപ്പോൾ ഈ ഖുർആനിൻ്റെ ഒരു ശക്തി എന്താണ്, മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്നിടത്ത് ഖുർആനിലുള്ള പങ്കെന്താണ് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. ആ ഖുർആൻ്റെ ആയത്തുകൾ നമ്മളെ സ്പർശിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്നില്ല എങ്കിൽ നമുക്ക് കാര്യമായിട്ട് പ്രശ്നങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികളെ മാറ്റിയെടുത്തത് എങ്ങനെയാണ്? ഈ ഖുർആൻ കൊണ്ടാണ്. അപ്പോൾ ഖുർആൻ പഠിക്കുന്നതനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. ഖുർആനിൻ്റെ ആയത്തുകൾ നമ്മുടെ ഉള്ളിലേക്ക് പെയ്യണം. അങ്ങനത്തെ ഖുർആനിൻ്റെ ആളുകളാകാൻ നമുക്ക് പറ്റണം. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സൂറത്തു ശുഅറായിലാണ് നമ്മളുള്ളത്. 16 ആയത്തുകളാണ് നമ്മൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. നമ്മൾ ക്ലാസ്സിൻ്റെ ശൈലി ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇരുന്നിട്ടാണ് ക്ലാസ് എടുത്തിരുന്നത്. അപ്പോൾ അതൊരു ദർസ് മോഡലായതുകൊണ്ട് തദ്രീസ് നടക്കുന്നില്ല എന്നൊരു സംശയം, അതുകൊണ്ടാണ് നിന്നത്. ഞാൻ നിന്നുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി പണി ഞാൻ തരും. എനിക്ക് കുറച്ച് ഇടങ്ങാറായതുകൊണ്ട് ഞാൻ നിങ്ങളീ പണിയെടുപ്പിക്കും. അപ്പോൾ ഒന്ന് എഴുതി നമ്മളെടുക്കുന്ന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചും പറഞ്ഞും നോട്ട് പുസ്തകം ചെക്ക് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. ആദ്യം ആയത്തുകളൊന്ന് ഓതി നോക്കാം. 17-ാമത്തെ ആയത്ത് മുതൽ നോക്കുക, നിങ്ങൾ കൂടെ പാരായണം ചെയ്യുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. أن أرسل معنا بني إسرائيل. قال
قال ألم نربك فينا وليدا ولبثت فينا من عمرك سنين. وفعلت فعلتك التي فعلت وأنت من الكافرين. قال فعلتها إذا وأنا من الضالين. ففررت منكم لما خفتكم فوهب لي ربي حكما وجعلني من المرسلين. ഇപ്പം നിലവിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയും ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ എത്തി. അവർ ഫിർഔനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള റസൂലുമാരാണ് എന്ന് അവർ പറഞ്ഞു. ശരിക്കും നബിമാർക്ക് എല്ലാവർക്കും അടിസ്ഥാനപരമായിട്ടുണ്ടാകുന്ന ദൗത്യമാണ് തൗഹീദ് പറയുക എന്നുള്ളത്. എല്ലാ നബിമാരും അവരുടെ ജനങ്ങളോട് പറഞ്ഞ കാര്യമാണ് തൗഹീദ്. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ചില നബിമാർക്ക് വേറെയും ചില ദൗത്യങ്ങൾ ഉണ്ടാകും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഉള്ള ഒരു ദൗത്യമായിരുന്നു ഫിർഔനിൻ്റെയും കിബിത്തികളുടെയും കയ്യിൽ നിന്ന് ആരെ മോചിപ്പിക്കണം? ബനു ഇസ്രായേലുകാരെ മോചിപ്പിക്കണം. ആ ദൗത്യത്തെ പറ്റിയിട്ടാണ് ഈ 17-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളോട് പറയുന്നത്. അപ്പോൾ ഒരു വിമോചകനായിക്കൊണ്ടുകൂടിയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ബനു ഇസ്രായേൽക്കാരുടെ അരികിലേക്ക് അല്ലെങ്കിൽ ഫിർഔൻ്റെ അടുക്കലേക്ക് വരുന്നത്. 17-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഫിർഔൻ്റെ അടുക്കൽ പോയിട്ട് പറയേണ്ട കാര്യമാണത്. അൻ അർസിൽ മഅന ബനി ഇസ്രായീൽ, അൻ അർസിൽ മഅന ബനി ഇസ്രായീൽ. എന്താ അർസല യുർസിലു എന്ന് പറഞ്ഞാൽ? അർസല എന്ന് പറഞ്ഞാൽ അയച്ചു അല്ലേ? അയച്ചു എന്നാണ് അർത്ഥം. യുർസിലു എന്ന് പറഞ്ഞാലോ? അയക്കുന്നു, അയക്കുന്നു. ഇത് പാസ്റ്റാണ്. ഫിഅല് പാസ്റ്റിന് എന്താ അറബിയിൽ പറയാ? മാളി അല്ലേ? കഴിഞ്ഞു പോയ കാലത്തെ അറിയിക്കുന്നതാണ് അർസല. നമ്മൾ ഇന്നലെ കത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ അർസല എന്നാണ് പറയുക. ഇപ്പോൾ അയക്കും എന്നാണെങ്കിൽ അല്ലെങ്കിൽ നാളെ അയക്കും എന്നാണെങ്കിൽ യുർസിലു. അയക്കുന്നു എന്ന അർത്ഥം കിട്ടും, അയക്കും ഫ്യൂച്ചറിൻ്റെ അർത്ഥം എന്തിന് കിട്ടും? യുർസിലുവിന് കിട്ടും. അപ്പോൾ അറബി ഭാഷയിൽ പാസ്റ്റിന് മാദി എന്നാണ് പറയുക, ഫിഅലുൽ അൽ ഫിഅലുൽ മാദി. മറ്റേത് അൽ മുദാരിഉ. ഇതിൽ പ്രസൻറ്റിൻ്റെ അർത്ഥം കിട്ടും, അതുപോലെ തന്നെ ഫ്യൂച്ചറിൻ്റെ അർത്ഥവും കിട്ടും. അപ്പോൾ അർസല അയച്ചു, യുർസിലു അയക്കുന്നു. ഇർസാൽ എന്ന് പറഞ്ഞാൽ അയക്കൽ, മസ്ദറാൻ. ആ മസ്ദറിൽ നിന്നാണ് എല്ലാ ക്രിയകളും ഉണ്ടാകുന്നത്. അടിസ്ഥാനം മസ്ദറാൻ. നാമ യനാമു അല്ലെ? ഉറങ്ങി, ഉറങ്ങുന്നു. നൗം എന്ന് പറഞ്ഞാൽ ഉറക്കം. ഓക്കെ. അപ്പോൾ ഇവിടെ കൽപ്പനാരൂപമാണ് വന്നിട്ടുള്ളത്. ഫിറൗനോട് ആവശ്യപ്പെടാൻ പറയാണ്, അൻ അർസിൽ, നീ അയക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പോയിട്ട് ഫിറൗനോട് പറയാൻ പറഞ്ഞത് അൻ അർസിൽ, നീ അയക്കണം. മഅന, ഞങ്ങളുടെ കൂടെ. മഅ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൂടെ എന്ന അർത്ഥം അല്ലേ? മഅ എന്ന് പറഞ്ഞാൽ കൂടെ എന്നാണ് അർത്ഥം. ഇവിടെ മഅന എന്നാണ് പറഞ്ഞത്, ഞങ്ങളുടെ കൂടെ. എൻ്റെ കൂടെ എന്നെങ്ങനെ പറയാം? മഈ അല്ലേ? എൻ്റെ കൂടെ, നിങ്ങളുടെ കൂടെ, മഅക്കും. ഓക്കെ.
അപ്പോൾ എൻ്റെയും ഹാറൂനിൻ്റെയും കൂടെ നീ അയക്കണം. ആരെയാണ് അയക്കേണ്ടത്? ബനു ഇസ്രായേലുകാരെയാണ് അയക്കേണ്ടത്. അതാണ് ബനി ഇസ്രായേൽ. ഇബ്നുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ബനൂൻ. ഇബ്നുൻ എന്ന് പറഞ്ഞാൽ എന്താ? മകൻ. അതിൻ്റെ ബഹുവചനമാണ് ബനൂൻ. അതാണ് ശരിക്കും ബനീൻ എന്നായത്. ആ ബനീനാണ് പിന്നെ ബനി എന്നായത്. അസ്ലെന്താണ്? അടിസ്ഥാനം ബനൂൻ എന്നതാണ്. ആ ബനീൻ എന്നത് ഇസ്രായേലിലേക്ക് ചേർത്തി പറഞ്ഞപ്പോൾ ഒരു നൂന് കൂടി നഷ്ടപ്പെട്ടു. അപ്പോൾ ബനി എന്നായി. ബനി ഇസ്രായേൽ. ബനി ഇസ്രായേൽ. അപ്പോൾ ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ഇസ്രായേൽ സന്തതികൾ. ഇസ്രായേൽ സന്തതികൾ. ആരാണ് ഇസ്രായേൽ? ആരാ ഇസ്രായേൽ? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഇസ്രായേൽ. ശരിക്ക് ഈൽ എന്നത് ഇത് അറബി അല്ല കേട്ടോ. ഇസ്രായേൽ എന്നത് അറബി പദമല്ല. പല നബിമാരുടെയും പേരുകൾ എന്തല്ല? അറബിയല്ല. മൂസ അറബിയല്ല. ഇബ്രാഹിം, ഇസ്മായിൽ ഇതൊന്നും അറബി പേരുകളല്ല. ഇപ്പോൾ തൗറാത്ത് അറബിയിലിറങ്ങിയ ഗ്രന്ഥമാണോ? അല്ല. തൗറാത്ത് അബരിയ ഭാഷയിലാണ്. അബരിയ ഭാഷയിലാണ് തൗറാത്ത് ഉള്ളത്. ഇഞ്ചീൽ സുറിയാനി ഭാഷയിലാണ് ഇഞ്ചീലുള്ളത്. അപ്പോൾ ഈ പേരുകളൊന്നും ജിബ്രീൽ, ഇസ്രായേൽ, മീകായിൽ, ഇസ്രാഫീൽ ഈ പേരുകളൊന്നും എന്തല്ല? അറബി പേരുകളല്ല. ശരിക്കും ഇസ്രായേൽ എന്നത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ലഖബാണ്, വിളിപ്പേരാണ്. ഒരാൾക്ക് ശരിയായ പേരുണ്ടാകും, അതുപോലെ തന്നെ സ്ഥാനപ്പേരുണ്ടാകും. ഈൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടിമ എന്നുള്ള അർത്ഥമാണ് ഉണ്ടാവുക. ഈൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നാണ് അർത്ഥം. ഈൽ അള്ളാഹു എന്നാണ് അർത്ഥം. അതാണ് ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ എന്നിലൊക്കെ വരുന്ന ഈൽ എന്നതിൻ്റെ അർത്ഥം അള്ളാഹു എന്നാണ്. അപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ലഖബാണ്, വിളിപ്പേരാണെന്ത്? ഇസ്രായേൽ എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലഖബ് എന്താണ്? അബുൽ ഖാസിം. അത് ലഖബാണോ? അറബിയിൽ അൽ അമീൻ. അഹ്സൻതും. അൽ അമീൻ എന്നത് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള വിളിപ്പേരാണ്, ലഖബാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ലഖബാണെന്ത്? അസിദ്ദീഖ് എന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ലഖബാണെന്ത്? അൽ ഫാറൂഖ്. അൽ ഫാറൂഖ് എന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ലഖബാണ്. ലഖബും ഉണ്ടാകും, കുനിയയും ഉണ്ടാകും. കുനിയത്ത് എന്ന് പറഞ്ഞാൽ ഒന്നിലേക്ക് ചേർത്തി പറയാന്നുള്ളതാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൂത്ത മകൻ ഖാസിമിലേക്ക് ചേർത്തി പറഞ്ഞു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് പേര് കിട്ടിയത്? അബുൽ ഖാസിം എന്ന പേര് കിട്ടിയത് അല്ലേ? അബുൽ ഖാസിം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുനിയയാണെന്ത്? അബൂ ബക്കർ എന്നുള്ളത്. അബൂബക്കർ എന്നുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുനിയയാണ്. കുനിയ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് അങ്ങനത്തെ ഒരു മകൻ ഉണ്ടാകണം എന്ന് നിർബന്ധമൊന്നുമില്ല. ശരിക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏത് പേരിൽ മകനില്ല? ബക്കർ എന്നുള്ള പേരിൽ ഒരു മകൻ ആർക്കില്ല? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇല്ല. ആയിഷ ബീവിൻ്റെ കുനിയയാണ് ഉമ്മു അബ്ദില്ല. ആയിഷ ബീവിക്ക് മക്കളുണ്ടോ? ഇല്ല. പക്ഷേ കുനിയത്തുണ്ട്. ഉമ്മു അബ്ദില്ല എന്നത് ആയിഷ ബീവിൻ്റെ കുനിയയാണ്. ഇതുപോലെ പേരിനേക്കാളും കുനിയയുടെ കാര്യത്തിൽ പ്രശസ്തി നേടിയ ആൾക്കാരുണ്ടാകും. ഇപ്പോൾ അബൂ ഹനീഫ റഹിമഹുല്ല. അബൂ ഹനീഫ എന്നുള്ളത് എന്തല്ല? ശരിയായ പേരല്ല, അത് കുനിയയാണ്. അദ്ദേഹത്തിൻ്റെ പേര് എന്താ? അബൂ ഹനീഫ റഹിമഹുല്ലാഹു തആലയുടെ പേര് അൻ-നുഅ്മാൻ ഇബ്നു സാബിത്ത്. നമ്മൾ അൻ-നുഅ്മാൻ ഇബ്നു സാബിത്ത് റഹിമഹുല്ലയുടെ അഭിപ്രായം അതാന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാവില്ല. അബൂ ഹനീഫ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താവുള്ളൂ? മനസ്സിലാവുള്ളൂ അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേരെന്താണ്? ഉസ്മാൻ അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേരാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ എന്നാണ്.
അബൂബക്കർ സിദ്ദീഖ് തന്നെ പേര് അബ്ദുള്ള എന്നാണ്. അദ്ദേഹം അറിയപ്പെട്ടത് ഏത് പേരിലാണ്? അബൂബക്കർ എന്നുള്ള പേരിലാണ്. അദ്ദേഹത്തിൻ്റെ ഉപ്പ അങ്ങനെ തന്നെ, ഉപ്പൻ്റെ പേര് ഉസ്മാൻ എന്നാണ്. പക്ഷേ ചരിത്രത്തിലൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നത് അബൂ കുഹാഫ എന്നുള്ള പേരിലാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകും, ലഖബും ഉണ്ടാകും, കുനിയയും ഉണ്ടാകും. രണ്ടും തമ്മിലുള്ള മാറ്റം മനസ്സിലാക്കുക. ലഖബ് എന്ന് പറഞ്ഞാൽ സ്ഥാനപ്പേരാണ്, അവരുടെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു പ്രത്യേകത കൊണ്ടൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ അൽ ഫാറൂഖ്, ഉമർ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച പേരാണ്. അസിദ്ദീഖ് അല്ലേ? ഇസ്രാ മിഅ്റാജ് യാത്ര കഴിഞ്ഞ് നബി മക്കയിൽ തിരിച്ചെത്തിയ സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ആടി നിൽക്കുന്ന സമയത്ത് ഉറച്ചു നിന്നിട്ട് നബി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി പോയിട്ടുണ്ട്, അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സത്യപ്പെടുത്തിയ ആളാണ് അബൂബക്കർ അസിദ്ദീഖ്. അതുകൊണ്ടാണ് അസിദ്ദീഖ് എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഓരോരുത്തരുടെ പ്രത്യേകം അനുസരിച്ചിട്ടാണ് അൽ അമീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വസ്തത കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ പേരാണത്. അത് ലഖബാൻ. എന്നാൽ മക്കളിലേക്കോ ഉപ്പയിലേക്കോ അല്ലാതൊക്കെ ചേർത്തി പറയുന്ന പേരുകൾക്കാണ് എന്ത് പറയുക? കുനിയ എന്ന് പറയുക, കുനിയത്തുൻ എന്ന് പറയുക. അപ്പോൾ ഇസ്രായേൽ എന്നത് ആരുടെ പേരാണ്? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരാണ്. ഇനി ആരാണ് ബനു ഇസ്രായേലുകാർ? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലൂടെ വന്ന ആളുകൾക്കാണ് എന്ത് പറയുക? ബനു ഇസ്രായേൽ എന്ന് പറയുക. അതൊരു പ്രത്യേക മതവിഭാഗമൊന്നുമല്ല. ആ ബനു ഇസ്രായേലുകാരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടാകും? മുസ്ലിങ്ങളുണ്ടാകും, ക്രിസ്ത്യാനികളുണ്ടാകും, ജൂതന്മാരുണ്ടാകും, എല്ലാവരും ഉണ്ടാകും. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പര വഴിയാണോ അവർ വന്നിട്ടുള്ളത്, അവരാണ് ബനു ഇസ്രായേലുകാർ. ശരിക്കും അറബികളും ബനു ഇസ്രായേലുകാരും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതെന്താണ്? ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്ഹാഖ് നബിയും തമ്മിലുള്ള കണക്ഷനാണത്. കാരണം യാക്കൂബ് നബിയുടെ ഉപ്പ ആരാണ്? ഇസ്ഹാഖാണ് അല്ലേ? ഇസ്ഹാഖ് നബിയുടെ ഉപ്പ ഇബ്രാഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത് ഇസ്മായിൽ നബിയുടെ പരമ്പരയിലൂടെയാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം വന്ന എല്ലാ നബിമാരും വന്നിട്ടുള്ളത് ഇസ്ഹാഖ് നബി വഴിയുള്ള പരമ്പരയിലൂടെയാണ്. യാക്കൂബ് നബിക്ക് ശേഷം വന്ന എല്ലാ നബിമാരും യാക്കൂബ് നബിയുടെ മക്കളാണ്. ആരൊഴികെ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴികെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര എത്തുന്നത് ഇസ്മായിൽ നബിയിലേക്കാണ്. മുഹമ്മദ് ബിനു അബ്ദില്ലാഹി ബിനു അബ്ദുൽ മുത്തലിബ് ബിനു ഹാഷിം വഹാഷിമു മിൻ ഖുറൈശ് വഖുറൈശു മിനൽ അറബ് വൽ അറബു മിൻ ദുർരിയത്തി ഇസ്മായിൽ ബിൻ ഇബ്രാഹിം അലൈഹിസ്സലാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ബനു ഇസ്രായേലുകാരും അറബികളും തമ്മിലുള്ള ബന്ധം എന്താണ്? അവർ അമ്മിൻ്റെ മക്കളാണ്. അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞാരാ? എൻ്റെ അതിനൊക്കെ നിങ്ങൾ അതിനായിട്ട് വായിക്കണം കേട്ടോ. അമ്മ എന്ന് പറഞ്ഞാൽ അമ്മാവനാണോ? എളാപ്പ, മൂത്താപ്പ ഒക്കെ പെടും. ഉപ്പയുടെ സഹോദരങ്ങൾക്കാണ് എന്ത് പറയുക? അമ്മുന്ന് പറയുക. അമ്മുന്ന് പറഞ്ഞാൽ ഉപ്പയുടെ സഹോദരങ്ങളാണ്. ഉമ്മയുടെ സഹോദരങ്ങൾക്ക് എന്താ പറയുക? ഖാൽ. ഖാൽ എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരന്മാരാണ് ഖാൽ. ഉപ്പയുടെ സഹോദരിക്കാണ് എന്ത് പറയുക? അമ്മത്തുൻ എന്ന് പറയുക. അമ്മത്തുൻ അല്ലേ? യാ സഫിയ അമ്മത്ത റസൂലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം പരസ്യമാക്കുന്ന സമയത്ത് സൊഫൻ്റെ മുകളിൽ കയറിയിട്ട് പറഞ്ഞല്ലോ, സഫിയ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അമ്മായിയെ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. ലാ ഉഖ്നി അൻകി മിൻ അല്ലാഹി ഷൈഅ, അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്കൊന്നും ചെയ്തു തരാൻ പറ്റൂല. അമ്മത്തു എന്ന് പറഞ്ഞാൽ അമ്മായി. ഖാലത്തുൻ എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരിമാർ. അൽ ഖാലത്തു ബി മൻസിലത്തിൽ ഉമ്മെന്നാണ്. ഉമ്മയുടെ അതേ സ്ഥാനത്താണ് ആര് വരിക? ഉമ്മയുടെ സഹോദരിമാരും വരിക. ഉമ്മയുടെ സഹോദരിമാർ ഉമ്മയുടെ അതേ സ്ഥാനത്താണ് വരിക. അപ്പോൾ അറബികളും ഇസ്രായേലുകാരും തമ്മിലുള്ളൊരു കണക്ഷനാണത്. അറബികളും ബനു ഇസ്രായേലുകാരും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ അവർ അബ്നാ ഉൽ അമ്മാൻ, ഉപ്പയുടെ സഹോദരങ്ങളുടെ മക്കളാണ്. ശരിക്കും ഈ പരമ്പര മാറിയത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആര് സത്യപ്പെടുത്താതിരുന്നത്? ജൂതന്മാർ സത്യപ്പെടുത്താതിരുന്നത്. അഹ്ലുൽ കിതാബിന് ശരിക്കും അറിയാലോ നബിയാണ് ശരിക്കും അള്ളാഹു അയച്ചിട്ടുള്ള റസൂൽ എന്നുള്ളത് കൃത്യമായിട്ട് അവർക്കറിയാം. ഖുർആൻ പറഞ്ഞത് അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, അവരുടെ മക്കളെ അറിയുന്നത് പോലെ അവർക്കറിയാമെന്നാണ് പറഞ്ഞത്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു മദീനയിലുണ്ടായിരുന്ന ജൂതനാണ്. ജൂതന്മാരുടെ കൂട്ടത്തിലെ ആലിമായിരുന്നു, പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നിങ്ങളെ മക്കളെ അറിയുന്നത് പോലെ നിങ്ങൾക്ക് റസൂലിനെ അറിയാമെന്ന് പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ?
അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളെ മക്കൾ അറിയുന്നതിനേക്കാളും നല്ലതായിട്ട് ഞങ്ങൾക്ക് ആരറിയാം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാമെന്നുള്ളതാണ്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ ഇസ്ലാം സ്വീകരണത്തിൻ്റെ സംഭവത്തിൽ നമുക്കത് കൃത്യമായിട്ട് കാണാനും പറ്റും. സൽമാൻ ഫാരിസി ഏറ്റവും അവസാനമായി കൊണ്ട് നിൽക്കുന്ന പള്ളിയിൽ ആ ഗുരുനാഥൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹം 3 അടയാളങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇനിയൊരു റസൂൽ വരാനുണ്ട്, ആ റസൂലിനെ പറ്റിയിട്ട് 3 അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒന്ന്, അദ്ദേഹം വരുന്നത് ഈത്തപ്പനകളുടെ നാട്ടിൽ നിന്നായിരിക്കും. ഈത്തപ്പനകളുടെ നാട്ടിലായിരിക്കും അദ്ദേഹം വരിക. 2, അദ്ദേഹം സ്വതക്ക സ്വീകരിക്കുകയില്ല, ഹദിയ സ്വീകരിക്കും. സ്വതക്ക അദ്ദേഹം കഴിക്കുകയില്ല, ഭക്ഷിക്കുകയില്ല, എന്നാൽ ഹദിയ ഭക്ഷിക്കും. അദ്ദേഹത്തിൻ്റെ പിറകിൽ നുബുവത്തിൻ്റെ അടയാളമുണ്ട്, ഖാത്തമുൻ നുബുവ ഉണ്ട് എന്നാണ്. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായിക്കൊണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്നു. തൗറാത്തിലും ഇഞ്ചിയിലൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പരാമർശങ്ങൾ തന്നെ ഉണ്ട് എന്നാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹുവിൻ്റെ ഒക്കെ ഇസ്ലാം സ്വീകരണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അവർക്കറിയാം അള്ളാഹുവിൻ്റെ റസൂലാണ് സത്യം. ചരിത്രത്തിലൊക്കെ കാണാം, ഈ മദീനയിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ ഔസും ഖസ്റജും ഒരു ടീമാണല്ലോ. അതുപോലെ തന്നെ ബനു ഖുറൈള, ബനു കൈനുക്ക, ബനു നദീർ, ഇവർ ജൂതഗോത്രങ്ങളുമാണ്. ഇവർ ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ഉണ്ടാകും. ചില സമയത്ത് അവർ ജയിക്കും, ചില സമയത്ത് ഇവർ ജയിക്കും. ഈ ജൂതന്മാർ പരാജയപ്പെടുന്ന സമയത്ത് ഇവർ പറഞ്ഞിരുന്നു എന്നാണ്, ഞങ്ങൾക്കൊരു റസൂല് വരാനുണ്ട്, ആ റസൂല് വന്നാൽ ആ റസൂലിൻ്റെ കൂടെ ചേർന്ന് നിന്നിട്ട് ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്യും, നിങ്ങളെ ഞങ്ങൾ പരാജയപ്പെടുത്തുന്ന ഈ ജൂതന്മാർ വെല്ലുവിളിക്കാറുണ്ടായിരുന്നു ഞാൻ. പക്ഷെ വന്നപ്പോൾ അറബികളുടെ കൂട്ടത്തു നിന്നായി, അതവർക്ക് സഹിച്ചില്ല. ഹസദം മിൻ ഇൻദി അൻഫുസിഹിം, ആ ഒരു അസൂയ കാരണമാണ് അവരെന്ത് ചെയ്യാതിരുന്നത്, സത്യപ്പെടുത്താതിരുന്നത് എന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദൗത്യത്തെ പറ്റിയിട്ടാണ് അള്ളാഹു പറയുന്നത്. അൻ അർസിൽ മഅന ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലുകാരെ നീ എന്ത് ചെയ്യണം, ഞങ്ങളുടെ കൂടെ അയക്കണമെന്ന് ഫിർഔനോട് ആവശ്യപ്പെടണം. ഏകദേശം ഒരു 400 വർഷങ്ങൾ ഫിർഔന് ആരെ അടക്കി ഭരിക്കുന്നുണ്ട്? ഈ ബനു ഇസ്രായേലുകാരെ അടക്കി ഭരിക്കുന്നുണ്ട്. ഫിർഔൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരാളല്ല, അത് മിസ്ർ ഭരിച്ചിരുന്ന ഭരണാധികാരികളുടെ ഒരു സ്ഥാനപ്പേരാണ് ഫിർഔൻ എന്നുള്ളത്. അപ്പോൾ ആ ഫിർഔനുമാർ ഇങ്ങനെ മാറി മാറി വരും. ഈ ഫിർഔനെ പറ്റിയിട്ട് പറയാൻ റാംസസ് 2 എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ 400 വർഷത്തോളം എന്ത് ചെയ്തിട്ടുണ്ട്, ബനു ഇസ്രായേലുകാരെ അടക്കി ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ ഫിർഔൻ്റെ അടുക്കൽ നിന്ന് മോചിപ്പിച്ചിട്ട് ഫിലസ്തീനിലേക്ക്, ബൈത്തുൽ മഖ്ദസിൻ്റെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ളൊരു ദൗത്യം കൂടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഫിർഔൻ്റെ അടുക്കലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പോകുന്നൊരു രംഗം ചില തഫ്സീറുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇമാം ഖുർത്തുബി റഹിമുള്ളയും ഇമാം ബഗവി റഹിമുള്ളൊക്കെ അത് ഉദ്ധരിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ മദീനയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണല്ലോ ഈ ഒരു റിസാലത്ത് കിട്ടുന്നത്, ഫിർഔൻ്റെ അടുക്കലേക്ക് പോകണം എന്നുള്ള കൽപ്പന കിട്ടുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ നേരെ വീട്ടിലേക്ക് വന്നു. കാലങ്ങൾക്ക് ശേഷം ഉമ്മയുടെയും ഹാറൂൻ്റെയും അടുക്കൽ ആരെത്തുകയാണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ എത്തുകയാണ്. വീട്ടിൽ വിശ്രമിക്കാനൊന്നും നിന്നിട്ടില്ല, രാത്രി സമയത്താണ് വീട്ടിലെത്തുന്നത്. മൂസാ നബീൻ്റെ കയ്യിലൊരു വടിയുണ്ട്, ആ വടിയുടെ അറ്റത്തൊരു സഞ്ചിയുമുണ്ട്, അദ്ദേഹത്തിൻ്റെ പാതയങ്ങളും വിഭവങ്ങളൊക്കെ അതിലാണ് ഉള്ളത്. അങ്ങനെ വീട്ടിലെത്തി ഹാറൂനോട് വിവരം പറഞ്ഞു, അള്ളാഹു നമ്മളെ റസൂലായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്, നമുക്ക് ഫിറൗൻ്റെ അടുക്കലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ആ രാത്രിയാണ് അവരെങ്ങോട്ട് വന്ന് ഫിറൗൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നതെന്നാണ്. ഉമ്മ തടയുന്നുണ്ട്, ഇപ്പോൾ പോകാൻ പറ്റൂല, കാരണം നിന്നെ അന്വേഷിച്ച് നടക്കുകയാണ്, കൈ കിട്ടിയാൽ കൊന്നു കളയും. അതൊന്നും വകവെക്കാതെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയും ഇറങ്ങിപ്പോയി എന്നാണ്. ഇത് തഫ്സീറുകളിലാണ്, സനദനുസരിച്ച് വന്നൊരു സംഭവമല്ല, തഫ്സീറുകളിൽ അങ്ങനത്തെ ഒരു ഉദ്ധരണിയുണ്ട്. അങ്ങനെ അവർ കൊട്ടാരത്തിൻ്റെ വാതിൽ ചെന്ന് മുട്ടും. അപ്പോൾ പാറാവുകാരൻ ചോദിക്കും ആരാണ്? അപ്പോൾ പറയും ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള 2 റസൂലുമാരാണ്. അപ്പോൾ ഇയാൾ ഫിറൗൻ്റെ അടുക്കൽ പോയിട്ട് പറയും, ഏതോ ഒരു പ്രാന്തൻ അയാൾ വാതിൽക്ക് വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലാണെന്നൊക്കെ പറയുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത് നോക്കും. ഫിറൗൻ അവിടെ നിന്നോട്ടെ, രാവിലെ നോക്കാനാണ്. അങ്ങനെ രാത്രി നേരം പുലരുന്നത് വരെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയും പുറത്തു നിന്നും രാവിലെയാണ് അവർക്ക് പെർമിഷൻ കിട്ടുന്നതെന്നൊക്കെ ഈ ഇമാം ഖുർത്തുബി റഹിമുള്ളയും ഇമാം ബഗവി റഹിമുള്ളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സംഭവം സഹിഹാണോ അല്ലേന്ന് അറിയില്ല, പക്ഷെ അവിടെ ആ ഒരു വികാരം നമ്മൾ തിരിച്ചറിയണം. ഈ പ്രബോധനത്തിൻ്റെ ഒരു ആസ്വാദനവും മധുരവും കിട്ടിയ ഒരാളാണെങ്കിൽ അയാൾക്ക് വിശ്രമിക്കാൻ ഭയങ്കര മടിയായിരിക്കും. ആ സത്യം എത്തിച്ചു കൊടുക്കാനുള്ള വല്ലാത്തൊരു ആഗ്രഹം അയാളുടെ ഉള്ളിലുണ്ടാകും, അത് ശരിക്കും ബോധ്യപ്പെട്ട ഒരാളാണെങ്കിൽ. അപ്പോൾ ഇന്ന് നമ്മളെ സയ്യിദ് മുഹമ്മദ് ഷാക്കിർക്കയുമായിട്ട് സംസാരിച്ചിരുന്നു, നമ്മളെ സ്റ്റുഡൻസിൻ്റെ സമ്മേളനത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അദ്ദേഹം സാൽവേഷൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു. സാൽവേഷൻ്റെ സമയത്ത് ഷാക്കിർക്കയാണ് അതിൻ്റെ കൺവീനർ.
അപ്പോൾ 2 വർഷം തുടർച്ചയായിട്ടുള്ള ഓട്ടാണ്. സാൽവേഷൻ എന്നുള്ള പ്രോഗ്രാമിൻ്റെ മുമ്പ് 2 വർഷം രാവും പകലും ഇല്ലാത്ത ഓട്ടാണെന്നാണ് പറഞ്ഞത്. കോളേജ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്കല്ല നേരെ പോവുക. അത് മീറ്റിംഗ് ഉണ്ടാകും, അതിനുള്ള ഒരുക്കങ്ങൾ ഉണ്ടാകും. 2 വർഷം ഇതാണ് പരിപാടി. വീട്ടിലേക്ക് നേരത്തെ എത്തുകയാണെങ്കിൽ 12 മണിക്കാണ് എത്തുക. നേരത്തെ എത്തുകയാണെങ്കിൽ രാത്രി 12 മണിക്കാണ് എത്തുക. അപ്പോൾ ഒരു ദിവസം കോളേജ് വിട്ടിട്ട് 5:30 വീട്ടിലെത്തിയപ്പോൾ ഉമ്മ ചോദിച്ചു എന്നാണ്, എന്താണ് ഈ അസമയത്ത് കയറി വരുന്നതാണ്. വൈകുന്നേരം 5:30 വീട്ടിലെത്തിയപ്പോൾ എന്താ മോനെ ഈ അസമയത്ത് വന്നത് ചോദിച്ചു എന്നാണ്. അത് ആ ഒരു പ്രബോധനത്തിനൊരു ലബ്ധത്തുണ്ടല്ലോ, അതിൻ്റെ ഒരു മധുരം കിട്ടിയാൽ നമ്മൾ വിശ്രമമില്ലാതെ എന്ത് ചെയ്യും, ഓടിക്കൊണ്ടിരിക്കും. അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ ഒരു സംഭവമൊക്കെ നമുക്ക് പറഞ്ഞ് തരുന്നത്. ഓക്കെ, ആയത്ത് ഓക്കെയാണല്ലോ. അൻ അർസിൽ മഅന ബനി ഇസ്രായീൽ. അൻ അർസിൽ, നീ അയക്കണം, നീ അയക്കണം. കൽപ്പനാരൂപമാണ്. അർസല യുർസിലു എന്നതിൻ്റെ ഫിഅൽ അമ്രാണ് അർസിൽ, നീ അയക്കണം. മഅന, ഞങ്ങളുടെ കൂടെ. ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളെ നീ ഞങ്ങളുടെ കൂടെ അയക്കണം. ഓക്കെ, 18-ാമത്തെ ആയത്ത് നോക്കുക. قال ألم نربك فينا وليدا ولبثت فينا من عمرك سنين. എന്താണ് ചായ കിട്ടിയപ്പോൾ എല്ലാവരും ഊർജ്ജം പോയോ? വേണ്ട, ശുക്രാൻ, ജസാക്കുമുല്ലാഹ്. ഒന്നുകൂടി. قال ألم نربك فينا وليدا ولبثت فينا من عمرك سنين. ഇവിടെ നമ്മൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് ഉമുറുൻ എന്ന പദം. ഉമുറുൻ, ഉമുറുൻ, ഇതാണ് പ്രായം, ആയുസ് എന്നതിനൊക്കെയുള്ള പദം. ഉമുറുൻ, അത് എന്തല്ല, ആയുസിന് 2 സാണ്ടാ ഉണ്ടല്ലേ. ഓക്കെ, ഉമുറുൻ അല്ലേ. അവിടെ ഉംറുൻ എന്ന് പറയരുത്. പലപ്പോഴും നമ്മൾ ഉംറുൻ എന്നാണ് പറയുക. ഇതേപോലത്തെ ചില പദങ്ങൾ അറബിയിലുണ്ട്. ഇപ്പോൾ ഇതിലേതാ ശരി? ഒന്നാമത്താണോ രണ്ടാമത്താണോ? രണ്ടാമത്താ? ഒന്നാമത്തെ. ഓക്കെ, ഒന്നാമത്തെന്ന് പറയുന്നവരൊന്ന് കൈയൊന്നിച്ചാണ്. ഒന്നാമത്തതാണ് ശരി. ഓക്കെ, ഒരാൾ, 2 ആൾ, 3 ആൾ. ധൈര്യമില്ലെങ്കിൽ ധൈര്യമായിട്ട് പൊന്തിച്ചോളി. ഇന്നകല അല ഹുൽക്കിൻ അലീം എന്നാണോ ഹുലുക്കിൻ അലീം എന്നാണോ? ഹുലുക്കിൻ അലീം എന്നാണ്. ഇതാണ് ശരി, ഇത് തെറ്റാണ്. ഹുൽക്കല്ല, ഹുൽക്ക് എന്ന് പറഞ്ഞാലല്ല സ്വഭാവം, ഹുലുക്കുൻ എന്ന് പറഞ്ഞാലാണ് സ്വഭാവം. നമ്മൾ തെറ്റിക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഇപ്പോൾ ഏതാ ശരി? 1 2? 1. പിന്നെ 1 എന്നുള്ള അഭിപ്രായം ഹർക്കത്താണോ ഹറക്കത്താണോ? ഫത്ഹയാണ്. ഓക്കെ, ബർക്കത്താണോ ബറക്കത്താണോ? ബർ അല്ല, അഹ്സൻതും. ഹറക്കത്താൻ, ഹറക്കത്തുൻ എന്നാണ്. ഹർക്കത്തുന്നല്ല, ഹറക്കത്തുന്നാണ്. ഫത്ഹയാണ് ശരി. ബർക്കത്തുന്നല്ല, ബറക്കത്തുന്നാണ്. നമ്മൾ മലയാളികൾ പറഞ്ഞിട്ടാണത് ഹർക്കത്തും ബർക്കത്തൊക്കെ ആയത്. ശരിക്ക് ഹറക്കത്താണ്, ബറക്കത്താൻ. നമ്മൾ ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അറബി ഭാഷ എന്ന് പറഞ്ഞാൽ ഒരു ഹർഫ് മാറിയാൽ മതി. ഹർഫ് മാറണ്ട, ഒരു സുക്കൂന് ഫത്ഹായി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഒരു പുള്ളി പോയാൽ കഴിഞ്ഞല്ലോ. ഇപ്പോൾ അല്ലേ, ഹലക്ക എന്നുള്ളത് പുള്ളി പോയി ഹലക്കയായാലോ? വടിച്ചു, ഷേവ് ചെയ്തു എന്നാണ്. ഹലക്ക എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു എന്നാണ്. ഹലക്ക എന്ന് പറഞ്ഞാൽ ഷേവ് ചെയ്തു എന്നാണ്. അൽ ഖാലിഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവാൻ. ഹാലിഖ് എന്ന് പറഞ്ഞാലോ
ബാർബറാണ്. അപ്പോൾ ഒരു പുള്ളി പോയാൽ ഇനിയിപ്പോൾ ഇത് അറബിയിൽ മാത്രമല്ല, ഇപ്പോൾ മലയാളത്തിൽ നോക്കി നിങ്ങൾ എന്താ അർത്ഥം? അല്ല, കള അല്ലേ, കള നമ്മൾ കള പറിക്കാന്ന് അറിയില്ലേ, അതിന് വള്ളിയും പുള്ളിയൊക്കെ ഒന്ന് കൊടുത്തു നോക്കി, എന്തായി? കുളിയായി അല്ലേ. ഇപ്പോഴോ കിളിയായി, ഇപ്പോഴോ കളിയായി അല്ലേ. ആ ഒരു ഇത് ഭാഷയിലുള്ളൊരു പ്രത്യേകതയാണത്. അപ്പോൾ ഖുർആൻ ഓതുമ്പോഴൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സുക്കൂനും ഹറക്കത്തും ഒന്നും എന്ത് ചെയ്യുക, ഇത് മാറാതെ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉമ്രിക്ക എന്നല്ല, ഒമുരിക്ക സിനീൻ എന്നാണ്. ഒമുരിക്ക സിനീൻ. ആയത്തൊന്നുകൂടി ഓതി നോക്കുക. قال ألم نربك فينا وليدا ولبثت فينا من عمرك سنين. ഖാല ഫിറൗൻ പറയാൻ, അലം നുറബ്ബിക. ഫിറൗന് മനസ്സിലായി ഈ വന്നത് ആരാണ്, മൂസാ നബിയാണെന്ന് മനസ്സിലായി. കാലങ്ങൾക്ക് ശേഷമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ തിരിച്ചെത്തുന്നത്. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംസാരവും മൂസാ നബിയൊക്കെ കണ്ടിട്ട് ആർക്ക് മനസ്സിലായി? ഫിറൗന് മനസ്സിലായി ഇത് വന്നത് ഇവിടുന്ന് ഓടിപ്പോയ മൂസയാണ്, ആ കിബ്തിയെ കൊന്നിട്ട് നാട് വിട്ട ആളാണ് എന്നൊക്കെ ഫിറൗന് മനസ്സിലായി. അപ്പോൾ ഫിറൗൻ ചോദിക്കുകയാണ്, ഖാല അലം നുറബ്ബിക ഫീന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നിന്നെ വളർത്തിയില്ലേ? റബ്ബ യുറബ്ബി, തർബിയത്തൻ. റബ്ബ യുറബ്ബി തർബിയത്ത് എന്ന് പറഞ്ഞാൽ വളർത്തുക എന്നാണ് അർത്ഥം. ശരിക്ക് തർബിയത്ത് എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും ആവശ്യമായ തോതിൽ ആവശ്യമായ നിലക്കൊക്കെ കൊടുക്കുന്നതിനാണ് പറയുക തർബിയത്ത് എന്ന് പറയുക. അതാണ് അറബ് അല്ലേ, അള്ളാഹു അറബ്ബാൻ. ഇതിന് സാധാരണ നമ്മൾ മലയാളത്തിൽ രക്ഷിതാവ് എന്നൊക്കെ അർത്ഥം പറയാറുണ്ട്. ശരിക്കും നമ്മുടെ ഭാഷ അശക്തമാണ്. മലയാള ഭാഷയിൽ അറബ് എന്നതിനൊരു അർത്ഥം പറയണമെങ്കിൽ പറയാൻ കഴിയൂല. ഇനി പറയണമെങ്കിൽ തന്നെ ഒറ്റ വാക്ക് അത് പറഞ്ഞാൽ ആ രക്ഷിതാവ് എന്നുള്ള പദം എത്രത്തോളം അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു സംഗതി കൂടിയാണ്. ഓരോ സൃഷ്ടിക്കും ആവശ്യമായ തോതിൽ ആവശ്യമായ സമയത്ത് നൽകുന്നവനാണ് അള്ളാഹു. അങ്ങനെ അവരെ ഘട്ടം ഘട്ടമായി പടിപടിയായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നവൻക്കാണ് എന്ത് പറയുക, റബ്ബ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഫിറൗൻ പറയാണ് റബ്ബ യുറബ്ബി എന്ന് പറഞ്ഞാൽ വളർത്തുക എന്നാണ് അർത്ഥം. നുറബ്ബി എന്നാണ് ഇവിടെ, നുറബ്ബി എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ എന്താ അർത്ഥം കിട്ടുക? നുറബ്ബി നാം വളർത്തുന്നു എന്നർത്ഥമാണ് കിട്ടുക. ഇത് മാദിയാണോ മുദാരിയാണോ? മാദി എന്താണ്? റബ്ബ. ഇത് മുദാരിയാണ്, നുറബ്ബി. മുദാരി യായിൽ മാത്രമല്ല കേട്ടോ വരിക, നിങ്ങൾക്കറിയാലോ. യാ, ത, നൂൻ, ഹംസ, ഇങ്ങനെ 4 അക്ഷരങ്ങളാണ് എന്തിനുണ്ടാവുക, മുദാരിക്ക് ഉണ്ടാവുക. ഈ ഫിഅൽ മാദി മുദാരിയിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ ചിലപ്പോൾ യാ ആയിരിക്കും, അല്ലെങ്കിൽ നൂനായിരിക്കും, അല്ലെങ്കിൽ ത ആയിരിക്കും, അല്ലെങ്കിൽ ഹംസയായിരിക്കും. ഞാൻ എന്ന അർത്ഥം കിട്ടാനാണ് ഹംസ വരിക, ഞങ്ങൾ എന്നുള്ള അർത്ഥം കിട്ടാനാണ് നൂന് വരിക. നീ എന്ന് ആണിനും പെണ്ണിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോഴൊക്കെയാണ് താ വരിക. വിശദമായിട്ട് നമുക്ക് മറ്റൊരു സമയത്ത് പഠിക്കാം. അവൻ എന്ന അർത്ഥത്തിനാണ് എന്ത് വരിക, യാ വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നുറബ്ബി എന്നാണ്. അതിൻ്റെ മുമ്പ് ലം വന്നു. ഈ ഫിഅല് മുദാരിക്ക് മുമ്പ് ലം വന്നാൽ പിന്നെ അത് മാദിൻ്റെ അർത്ഥത്തിലേക്ക് മാറും. മാദിൻ്റെ അർത്ഥത്തിലേക്ക് മാറുന്നു മാത്രമല്ല, ഇതുപോലത്തെ അക്ഷരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, യാ പോലത്തെ അക്ഷരങ്ങൾ, യാ, വാവ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ അക്ഷരം കട്ട് ചെയ്യുകയും ചെയ്യും. ഒക്കെ ഗ്രാമറിലെ നിയമങ്ങളാണ്. അത് പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ലം നുറബ്ബി, ലം നുറബ്ബി. അലം നുറബ്ബി എന്നാണ്. ആ ഹംസ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്, ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹംസയാണത്. അലം നുറബ്ബി കഫീന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നിന്നെ വളർത്തിയില്ലേ. ഫീന, ഫീന എന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിടയിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ഞങ്ങൾ നിന്നെ വളർത്തിയില്ലേ. വലീദൻ,
വലീദ് എന്ന് പറഞ്ഞാൽ കുട്ടി എന്നർത്ഥമുണ്ട്, അടിമ എന്നർത്ഥമുണ്ട്. ഭൃത്യന്മാർക്കൊക്കെ എന്ത് പറയലുണ്ട്, വലീദ് എന്ന് പറയാറുണ്ട്. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ഒരു കുട്ടി എന്ന നിലക്കാണ് ഫിറൗൻ പറയുന്നത്. വലീദൻ, ഒരു കുട്ടിയായ സമയത്ത് നിന്നെ ഞങ്ങൾ വളർത്തിയില്ലേ, നിന്നെ ഞങ്ങൾക്കിടയിൽ വളർത്തിയില്ലേ. വലബിസ്തഫീന, ലബിസ താമസിച്ചു. ലബിസ എന്ന് പറഞ്ഞാൽ താമസിക്കുക എന്നാണ് അർത്ഥം. ആ പദം വേറെ എവിടെ വന്നിട്ടുള്ളത് ഖുർആനിൽ? ഒന്ന് ആലോചിച്ച് നോക്കി. ലബിസ എന്നുള്ളത് പല സ്ഥലത്തും വന്നിട്ടുണ്ട്. ലബിസ സൂറത്തു നബയിലുണ്ട്. എവിടെ? ലാബിസീന ഫീഹ അഹ്ഖാബ. ലാബിസ് എന്ന് പറഞ്ഞാൽ വസിക്കുന്നവൻ. ലാബിസുൻ, ലാബിസ് അതിൻ്റെ ബഹുവചനമാണ് ലാബിസൂൻ. അതാണ് ലാബിസീൻ എന്നായത്. ലാബിസീന ഫീഹ അഹ്ഖാബ, യുഗങ്ങളോളം അവരാ നരകത്തിൽ കഴിയുന്നവരായിരിക്കും. ലാബിസ് എന്ന് പറഞ്ഞാൽ താമസിക്കുക, കഴിഞ്ഞുകൂടുക എന്നൊക്കെയാണ് അർത്ഥം ലബിസ എന്ന് പറഞ്ഞാൽ. ഇനി വെറുതെ ഒന്ന് ആലോചിക്കുക, ഈ ലബിസ എന്നുള്ളത് ലബിസ എന്നായാലോ? അപ്പോൾ എന്തായി അർത്ഥം? ധരിക്കുക എന്നായി അർത്ഥം. വസ്ത്രം ധരിക്കുക, ലിബാസ്. ലിബാസ് ആണ് മലാബിസ്, ലിബാസ് എന്നൊക്കെ പറയും. ലബിസ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്ക് ഈ സാ ഒന്നും ഇല്ല, സീനും സാക്ക് പലപ്പോഴും നമ്മളത് ഒന്നാണ്. അപ്പോൾ ലബിസ ഇതേ അർത്ഥം, ലബിസയുടെ അതേ അർത്ഥമാണ് എന്തിനുള്ളത്? മക്കസക്ക് ഉള്ളത്. മക്കസ അല്ലെ, മാക്കിസ്. ലാബിസ് എന്ന അർത്ഥമാണ് മാക്കിസ് എന്നതിനുള്ളത്. മക്കസ എന്ന് പറഞ്ഞാലും ലബിസ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്, കഴിഞ്ഞുകൂടുക, താമസിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്നത് വലബിസ്തഫീന, ഞങ്ങളുടെ കൂട്ടത്തിൽ നീ താമസിക്കുകയും ചെയ്തില്ലേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നീ താമസിക്കുകയും ചെയ്തില്ലേ. ആ വാവിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ പറഞ്ഞു പോകണേ നമ്മളെ പാഠം തീരെ നീങ്ങൂല, എന്നാലും കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആൻഡ് എന്നുള്ള അർത്ഥത്തിലാണ് ആ വാവ് വരുന്നത് അല്ലേ. നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നിന്നെ വളർത്തി, ഞങ്ങളുടെ കൂടെ നീ കഴിയുകയും ചെയ്തു. ആൻഡ് എന്ന അർത്ഥത്തിലാണ് ആ വാവ് വരുന്നത്. അത് വാവുൽ അത്തുഫ് എന്നാണ് പറയുക. വാവുൽ അത്തുഫ്, ആൻഡ് എന്നുള്ള അർത്ഥത്തിൽ. ഈ അത്തുഫിന് പല അക്ഷരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വൽ അസ്ർ എന്താ അർത്ഥം? കാലം തന്നെ സത്യം. ആ സത്യം എന്നുള്ളതാണ് കിട്ടിയത്, ആ വാവ് നമുക്ക് കിട്ടിയത്. വൽ അസ്ർ എന്നുള്ള വാവാണ് ആ സത്യം എന്നുള്ള അർത്ഥം. വല്ലാഹി എന്നുള്ളത് വാവുൽ ഖസം എന്നാണ് അതിന് പറയുക. വാവുൽ ഖസം, സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാവുൽ ഖസം. സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാവിനാണ് വാവുൽ ഖസം എന്ന് പറയുക. വാവുൽ അത്ഫ് എന്ന് പറഞ്ഞാൽ ആൻഡ് എന്നുള്ള അർത്ഥത്തിൽ വരുന്ന വാവ്. ജാ മുഹമ്മദുൻ വ അഹ്മദു, മുഹമ്മദും വന്നു അഹ്മദും വന്നു. അതിനുപയോഗിക്കുന്ന വാവാണ് വാവുൽ അത്ഫ്. വാവ് പല നിലക്കും അറബി ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. വാവുൽ മഅയ്യുണ്ട്, വാവുൽ അത്ഫുണ്ട്, വാവുൽ ഖസമുണ്ട്, അതല്ലാത്ത വാവുകൾ വാവുൽ ഇസ്തീനാഫുണ്ട്, പല വാവുകളും ഉണ്ട്. ഓക്കെ. വലബിസ്തഫീന, നീ ഞങ്ങളിൽ താമസിക്കുകയും ചെയ്തു. മിൻ ഉമുരിക, നിൻ്റെ ആയുസ്സിൽ നിന്ന്. ഉമുർ എന്ന് പറഞ്ഞാൽ ആയുസ് എന്നാണ് അർത്ഥം. സിനീൻ, വർഷങ്ങളോളം. സനത്തുൻ എന്നതിൻ്റെ ബഹുവചനമാണ് സിനൂൻ, അതാണ് സിനീൻ എന്നായത്. സനത്തുൻ ജം ആണ് സിനൂൻ. സനത്തുൻ ജം ആണ് സിനൂൻ. വർഷങ്ങളോളം നീ ഞങ്ങളുടെ കൂട്ടത്തിൽ താമസിക്കുകയും ചെയ്തില്ലേ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ കൊട്ടാരത്തിൽ വളർന്ന മൂസയാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ഫിറൗന് മനസ്സിലായി. അപ്പോൾ പിന്നെ ഫിറൗന് മൂസാ നബിയെ ഒന്ന് ചെറുതാക്കി കാണാനും ഞങ്ങൾ മൂസാ നബിനോട് വലിയ ഔദാര്യം കാണിച്ചിട്ടുണ്ടെന്ന് പറയാനൊക്കെയാണ് ഈ വാക്ക് പറയുന്നത്. ചെറുപ്പത്തിൽ നീ ഞങ്ങളുടെ കൊട്ടാരത്തിൽ കഴിഞ്ഞില്ലേ, ഇവിടെ ഒരുപാട് കാലം നീ താമസിച്ചില്ലേ, എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ഈ വർത്താനാണോ നീ പറയുന്നത് എന്ന നിലക്കാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഫിറൗന് സംസാരിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഫിറൗൻ്റെ കൊട്ടാരത്തിലെത്തുന്ന ചരിത്രമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. ഉമ്മ പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കുകയാണ്. വൗഹൈന ഇലാ ഉമ്മി മൂസ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മാക്ക് അള്ളാഹു വഹി കൊടുത്തു. അൻ ഖദി ഫീഹി ഫിത്താബൂതി ഫഖദി ഫീഹി ഫിൽ യം
ഒരു പെട്ടിയിലാക്കിയിട്ട് എന്ത് ചെയ്യണം? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നദിയിൽ ഒഴുക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? എമ്മുൻ എന്ന് പറഞ്ഞാൽ ആ കടൽ, നദി എന്നൊക്കെ എമ്മ് എന്നതിന് അർത്ഥമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ഇതിലൊക്കെ നമുക്ക് വലിയ മെസ്സേജുകളുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മാക്ക് അള്ളാഹു സന്ദേശം കൊടുക്കുകയാണ്. എന്ത്? ജനിച്ച കുട്ടിയാണ്, പാല് കുടിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയാണ് പെട്ടിയിലാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറയുന്നത്? നദിയിൽ ഒഴുക്കണം എന്ന് പറയുന്നത്. ആ ഉമ്മ മടിച്ചിട്ടില്ല. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അല്ലേ? അള്ളാഹുവിൻ്റെ വാക്കാണ്, ഇന്നാ റാദൂഹു ഇലൈക വജാഇലുഹു മിനൽ മുർസലീൻ. ഞാൻ നിനക്ക് തിരിച്ചു തരും, മൂസയെ ഞാൻ റസൂലുമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. അത് അള്ളാഹു കൊടുത്ത വാക്കാണ് അല്ലേ? എത്ര പെട്ടെന്നാണ് മൂസാ നബിയെ ഉമ്മാക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നത്. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ വേറൊരാളുടെ പാല് കുടിച്ചില്ലല്ലോ. സ്വന്തം ഉമ്മാൻ്റെ പാല് കുടിക്കാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ കൊട്ടാരത്തിലെത്തുകയാണ്. ആ കൊട്ടാരത്തിലെത്തുന്ന ഉമ്മാക്ക് ഫിറൗൻ എന്ത് ചെയ്യാണ്? പാല് കൊടുക്കുന്നതിന് ക്യാഷ് കൊടുക്കുകയാണ്. അതാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൻ്റെ പല തീരുമാനങ്ങളും തുടക്കത്തിൽ നമുക്ക് കയ്പുള്ളതായി തോന്നുമെങ്കിലും ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു ഉമ്മാനോട് കുട്ടിനെ പുഴയിൽ ഇടാൻ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആ ഉമ്മൻ്റെ മനസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതാണ് തവക്കുലിൻ്റെ ഊക്ക് എന്ന് പറഞ്ഞാൽ. അള്ളാഹു ആരാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഹാജറിനെയും ഇസ്മായിലിനെയും ഇവിടെ മക്കയിൽ തനിച്ചാക്കി പോകുമ്പോൾ മക്ക എന്നുള്ളത് വലിയൊരു പട്ടണമല്ലല്ലോ. ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഹജ്ജിന് വരുന്നൊരു നാടല്ല മക്ക. ഹാജർ പിന്നാലെ കൂടി ചോദിക്കുന്നുണ്ട്, ലൈസ ഫീഹ അനീസ്, ഒരു മനുഷ്യൻ പോലും ഇല്ല. ഒന്ന് അലറി വിളിച്ചാൽ സഹായത്തിന് ഓടി വരാൻ ഒരാളില്ല. കയ്യിലെ വെള്ളം തീർന്നാൽ എവിടുന്ന് വെള്ളം കിട്ടും ഒന്നും അറിയില്ല. അവസാനത്തെ ചോദ്യമാണ്, അള്ളാഹു അമറക ബിഹാദ, ഇത് അള്ളാഹിൻ്റെ കൽപ്പനയാണോ? അതെ. ഇതല്ല യുദയ്യുന, അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈവിടൂല. അത് ആ ഉമ്മ പറയുന്ന ആ വാക്കും ആ ഒരു മക്കയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി. അതാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ. അള്ളാഹു ആരാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നൊരു പ്രശ്നമില്ല. സൗർ ഗുഹയിൽ വെച്ചിട്ട് ശത്രുക്കളെ കാല് കാണുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എന്താ അബൂബക്കർ നീ വിചാരിച്ചത്? അള്ളാഹു സാലിസുമ, നമ്മുടെ കൂടെ മൂന്നാമതായിട്ട് അള്ളാഹു ഉണ്ട്. മൂസാ നബി ബനു ഇസ്രായേൽക്കാരെ കൂട്ടിയിട്ട് ഓടിയിട്ട് ഫിറൗനും സംഘവും പിന്നാലെ വരുന്നുണ്ട്. ആ സംഘത്തെ കാണുന്ന സമയത്ത് കൂടെയുള്ള ആൾക്കാർ പറഞ്ഞു, ഇന്നാല മുദ്റക്കൂൻ, കഴിഞ്ഞു, പിടിക്കപ്പെട്ടു, ഇനി നമുക്ക് വേറൊരു മാർഗ്ഗമില്ല അല്ലേ? ശൈത്താൻ്റെയും കടലിൻ്റെ ഇടയിൽ എന്ന് പറയില്ലേ, ആ അവസ്ഥയിലാണ് അവരുള്ളത്. അപ്പോഴാണ് മൂസാ നബി പറയുന്നത്, കാലക്കല്ല ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ, ആര് പറഞ്ഞു പിടിക്കപ്പെട്ടു എന്ന്? എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. അത് അള്ളാഹു ആരാണെന്ന് ബോധ്യപ്പെട്ട ഒരാളുടെ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകളും ഒരു വിശ്വാസം ഒരു മനുഷ്യന് നൽകുന്ന ഒരു ഉറപ്പൊക്കെയാണത്. അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് ഫിറൗൻ്റെ കൊട്ടാരത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ എത്തുന്നത്. എത്ര കാലം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഫിറൗൻ്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നതിൽ പല അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ചില തഫ്സീറുകളിലൊക്കെ, അധിക തഫ്സീറുകളും കാണുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ 30 വർഷമാണ് ഫിറൗൻ്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞതെന്നാണ്. അതിന് അവർ പറയുന്നൊരു കണക്കെന്ന് വെച്ചാൽ ഏകദേശം 40ാമത്തെ വയസ്സിൻ്റെ തുടക്കത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നുബുവത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 10 വർഷമാണ് മദിയനിൽ കഴിഞ്ഞത്. അപ്പോൾ ഒരു 30 വർഷം എന്ത് ചെയ്തിട്ടുണ്ടാകും? മിസ്രിൽ ഫിറൗൻ്റെ കൊട്ടാരത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ അല്ലാഹു അല ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലക്ക് പറയുന്നത് എന്താ വെച്ചാൽ, അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല. ഏകദേശം അങ്ങനെയാണെന്നൊക്കെ പറയാം, എന്നാൽ കൃത്യമായിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റിയ തെളിവുകൾ, രേഖകൾ ആ വിഷയത്തിൽ വന്നിട്ടില്ല. അള്ളാഹു പറഞ്ഞിടത്ത് തന്നെ നമ്മൾ നിൽക്കുക. വർഷങ്ങളോളം എന്ത് ചെയ്തിട്ടുണ്ട്? ആ കൊട്ടാരത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അതാണ് സിനൂൻ എന്ന് പറഞ്ഞത്. മിനു ഉമുരിക്ക സിനീൻ, മിനു ഉമുരിക്ക സിനീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആയത്ത് ക്ലിയർ ആണോ? ആയത്തിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കി. ഖാല, ഫിർഔൻ പറഞ്ഞു, അലം നുറബ്ബിക, നിന്നെ ഞങ്ങൾ വളർത്തിയില്ലേ? നിന്നെ എന്നുള്ള അർത്ഥം എവിടെ നിന്നാണ് കിട്ടിയത്? ക അല്ലേ? അലം നുറബ്ബിക, വളർത്തിയില്ലേ എന്ന ചോദ്യം എവിടുന്ന? ആ അല്ലേ? ആ ഹംസയാണ് ആ ചോദ്യം. ഫീന, ഞങ്ങളിൽ, വലീദൻ, കുട്ടിയായിരിക്കുമ്പോൾ, കുഞ്ഞായിരിക്കുമ്പോൾ, വലബിസ്ത, നീ താമസിക്കുകയും ചെയ്തു, നീ കഴിയുകയും ചെയ്തു, ഫീന, ഞങ്ങളിൽ, മിൻ ഉമുരിക സിനീൻ, നിൻ്റെ ആയുസ്സിൽ നിന്ന് വർഷങ്ങളോളം, നിൻ്റെ ആയുസ്സിൽ നിന്ന് വർഷങ്ങളോളം നീ ഞങ്ങളുടെ കൂടെ കഴിയുകയും ചെയ്തില്ലേ? അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഫിറൗൻ ചെയ്തു കൊടുത്ത വലിയ ഔദാര്യമായിട്ടാണ് ഫിറൗൻ എന്ത് ചെയ്യുന്നത്? ഈ സംഭവം
എടുത്തു പറയുന്നത്. ഞങ്ങളുടെ കൂടെയൊക്കെ ജീവിച്ച ഒരാളാണല്ലോ നീ, നിന്നെ ഞങ്ങൾ വളർത്തിയില്ലേ, കുറേ കാലം ഇവിടെ കൊട്ടാരത്ത് കഴിഞ്ഞില്ലേ, എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ഈ വർത്താനാണോ നീ പറയുന്നത് എന്നാണ് ഫിറൗൻ്റെ ധാർഷ്ട്യം. ഒരായത്തും കൂടി എടുക്കല്ലേ. وفعلت فعلتك التي فعلت وأنت من الكافرين. وفعلت فعلتك التي فعلت وأنت من الكافرين. അവിടെ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തത് വഫഅൽ ത അല്ലേ, ഒന്നാമത്തത് ഫഅൽതയാണ്. രണ്ടാമത്തതോ രണ്ടാമത്തത് ഫഅലത്താണ്. രണ്ടും ശ്രദ്ധിക്കുക, രണ്ടും ഐനിന് ഫത്ഹ കൊടുത്തിട്ട് ഓതരുത്. ഒന്നാമത്തേന് ഐന് ഫത്ഹയാണ്, രണ്ടാമത്തേതിൽ ഐനിന് സുക്കൂനാണ്, മൂന്നാമത്തേന് വീണ്ടും ഐനിന് ഫത്ഹയാണ്. ഓക്കെ, ഒന്നുകൂടി. വഫഅൽത ഫഅലതക അല്ലതി ഫഅൽത വഅൻത മിനൽ കാഫിരീൻ. വഫഅൽത, ഫഅല എന്ന് പറഞ്ഞാൽ ചെയ്തു, പ്രവർത്തിച്ചു എന്നാണ് അർത്ഥം. ഫഅൽത നീ ചെയ്തു, നീ പ്രവർത്തിച്ചു. ഫഅലതക അല്ലതി ഫഅൽത, ഫഅലത്തു എന്ന് പറഞ്ഞാൽ പണി എന്നാണ് അർത്ഥം. പണി അല്ലെങ്കിൽ പ്രവൃത്തി എന്നൊക്കെയാണ് അർത്ഥം. പ്രവൃത്തി. ഓക്കെ, പ്രവൃത്തി അല്ലെങ്കിൽ പണി എന്നൊക്കെയാണ് ഫഅലത്തുൻ എന്നതിൻ്റെ അർത്ഥം. ഈ ഒരു തവണ ചെയ്യുന്ന പണികൾക്കാണ് ശരിക്കും എന്താ പറയുക? ഫഅലത്ത് എന്ന് പറയുക. പലതവണ ചെയ്യുന്ന പണിയാണെങ്കിൽ ഫിഅലത്ത് എന്ന് പറയുക. ഇത് മൂസാ നബി ഒറ്റ തവണയല്ലേ ചെയ്തിട്ടുള്ളൂ. ഈ കൊലപാതകം എന്നുള്ളത് ഒറ്റ തവണയെ ചെയ്തിട്ടുള്ളൂ. മാത്രമല്ല ഫഅൽത ഫഅലതക അല്ലതി ഫഅൽത, ആ പണി എന്താണെന്ന് ഫിറോൻ പറയുന്നില്ല. അത് ആ പണിയുടെ ആ ഒരു വലിപ്പത്തെയാണ് അറിയിക്കുന്നത്. നമ്മൾ അറിയിച്ച് എന്ത് പണിയാണ് ചെയ്തതെന്ന് അറിയില്ലേ, അവൻ ചെയ്ത പണി എന്താണെന്ന് നമ്മൾ പറയലില്ല. ആ പണി രണ്ടാക്കും അറിയാം, ആ പണിൻ്റെ വലിപ്പം കൂടി അറിയിക്കാനാണ് അങ്ങനെയുള്ള പ്രയോഗം എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമുള്ള പറയുന്നുണ്ട്. അപ്പോൾ ഫഅൽത ഫഅലതക അല്ലതി ഫഅൽത, നീ ചെയ്ത ആ പണി നീ ചെയ്യുകയും ചെയ്തു. ഞങ്ങളുടെ കൂടെ കൊട്ടാരത്തിൽ കുറേ കാലം നിന്നെ ഞങ്ങൾ വളർത്തി, ഞങ്ങളുടെ കൂടെ നീ കഴിഞ്ഞു. പോരാത്തതിന് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ കൊന്നിട്ടാണ് നീ നാട് വിട്ടു പോയത്. വഅൻത മിനൽ കാഫിരീൻ, എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? നീ കാഫിറായി പോയിന്നാ, ദീനിന്ന് പുറത്തു പോയിന്നാ. പിന്നെ നീ നന്ദി കെട്ടവൻ ആണ്, നീ നന്ദി കെട്ടവരുടെ കൂട്ടത്തിൽ പെട്ടവനാണ് അല്ലേ. കഫറക്ക് എന്തോ അർത്ഥമുണ്ട്? കഫറ എന്ന് പറഞ്ഞാൽ ശരിക്ക് സത്തറ എന്നാണ് അർത്ഥം. സത്തറ, എന്താ സത്തറ എന്ന് പറഞ്ഞാൽ? സുത്ര എന്ന് പറയില്ലേ, സുത്രത്തുൽ മുസല്ലി. നിസ്കരിക്കുന്നതിൻ്റെ മുമ്പിൽ എന്ത് വേണം? മറ വേണം. അതിന് സുത്ര എന്ന് പറയാം, സുത്രത്തുൽ മുസല്ലി അല്ലേ. മറ ഇല്ലാതെ നിസ്കരിച്ചാലോ നിസ്കാരം ശരിയാവില്ല. ശരിയാവും, ഏറ്റവും അഫ്ളലാണ്. നിർബന്ധമില്ല. നിർബന്ധമുണ്ടോ? ഏറ്റവും മുവക്കതായ സുന്നത്താണത്, പ്രബലമായ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറയിലേക്കാണ് നിസ്കരിച്ചിരുന്നത്. എന്നാൽ മറയില്ലാതെ നബി നിസ്കരിച്ച സന്ദർഭവും എന്ത് ചെയ്തിട്ടുണ്ട്? സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് സുന്നത്തുൻ മുവക്കതയാണ്. ഒരാൾ മറയില്ലാതെ നിസ്കരിച്ചതുകൊണ്ട് നിസ്കാരം ബാത്തിലാണ്, ഓന് കുറ്റക്കാരനാണെന്നൊന്നും പറയാൻ പറ്റൂല. എന്നാൽ നിസ്കരിക്കുന്നതിന് മുമ്പിൽ എന്ത് വേണം? മറ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറയോട് അടുത്ത് നിന്നിരുന്നു. ഞാൻ നബിക്കും മറക്കും ഇടയിൽ എത്ര ദൂരം ഉണ്ടായിരുന്നു? അഹ്സൻ. നബി സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ആടിന് നടന്നു പോകാനുള്ള മമറുഷാത്ത് എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ഒരു ആടിന് നടന്നു പോകാനുള്ള ഗ്യാപ്പാണ് ഉണ്ടായിരുന്നത്. അത്രക്കും അടുത്തിട്ടാണ് നബി എന്ത് ചെയ്യുന്നത്? ഒരു ആടിന് നടന്നു പോകാൻ വലിയ ഗ്യാപ്പ് വേണ്ടല്ലോ, അപ്പോൾ അത്ര അടുത്തിട്ടാണ് നിന്നിരുന്നത് എന്നാണ്. നബി നിൽക്കുന്നിടത്തുനിന്ന് സുജൂദിലേക്കുള്ള ദൂരം 3 മുഴമായിരുന്നു. ഒരു മുഴം എന്ന് പറഞ്ഞാൽ ഇതല്ല ഒരു മുഴം. ഓക്കെ, ഇങ്ങനെ 3 മുഴമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിടത്തിൽ നിന്ന് സുജൂദ് ചെയ്യുന്നിടത്തേക്ക് ഉണ്ടായിരുന്നു, മറയിലേക്ക് ഉണ്ടായിരുന്നതെന്നുള്ളതാണ്. അപ്പോൾ അത്ര അടുത്തിട്ട് എന്ത് ചെയ്യുക? ചില ആൾക്കാരെന്താ വെച്ചാൽ പള്ളിയിലാണ് കയറിയ എവിടെയാണ് സ്ഥലം കിട്ടുന്നത് അവിടെ നിന്നിട്ടാണ്ട് നിസ്കരിക്കണം. ചെയ്യരുത്, ശ്രദ്ധിക്കണം. നമ്മൾ നബിനൊരു സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കണം എന്നല്ലല്ലോ. സാധാരണ സുന്നത്ത് നമ്മൾ പറയുന്ന ഒരു ഡെഫിനിഷനാണ്, ചെയ്താൽ കൂലി കിട്ടും, ചെയ്തിട്ടില്ലെങ്കിൽ
കുറ്റമില്ല എന്നുള്ളത്. ഇത് നബി ചെയ്തതാണ്, ഇതെൻ്റെ നബിൻ്റെ സുന്നത്താണെന്നുള്ളൊരു വികാരമാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്കുണ്ടാകേണ്ടത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാനുള്ളതെന്നല്ല അർത്ഥം. അപ്പോൾ അതെന്ത് ചെയ്യുക, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സുത്രത്തുൽ മുസല്ലിം, സുത്ര എന്ന് പറഞ്ഞാൽ മറ, സത്തറ എന്ന് പറഞ്ഞാൽ മറച്ചു എന്നാണ്. അള്ളാഹു സിത്തീറാൻ, അള്ളാഹു സിത്തീറാൻ. സത്താറാണോ സിത്തീറാണോ? അബ്ദു സിത്തീറാൻ, അബ്ദു അസിത്തീർ. ഇമാം അൽബാനി റഹിമഹുല്ലാഹു തആലയെ പറ്റിയിട്ട് പറയുന്നുണ്ട്, അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ പെട്ടു. അപ്പോൾ ആക്സിഡൻറ്റിൽ പെട്ടപ്പോൾ ഒരാളിങ്ങനെ യാ സിത്തീർ, യാ സത്താർ, യാ സത്താർ എന്ന് വിളിക്കുക, അള്ളാഹുവിനെ വിളിക്കുകയാണ് ഒരാൾ ഈ ആക്സിഡൻറ്റ് കണ്ടിട്ട്. അപ്പോൾ ആക്സിഡൻറ്റ് പെട്ട് കിടക്കുന്ന ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ പറയാണ്, സത്താറല്ല മോനെ, സിത്തീറാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പോലും അവരെന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പേര് സിത്തീറാൻ. എന്താ സിത്തീർ എന്ന് പറഞ്ഞാൽ മറക്കുന്നവൻ. മറക്കുന്നവൻ പറഞ്ഞാൽ ഓർമ്മയില്ലാതെ മറക്കുന്നതെന്നുള്ള അർത്ഥമല്ല, നമ്മുടെ പോരായ്മകൾ, ന്യൂനതകൾ മറച്ചു വെക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് സിത്തീർ എന്നത് വന്നിട്ടുള്ളത്. വഅൻത മിനൽ കാഫിർ. അപ്പോൾ കഫറ എന്ന് നമ്മൾ പറഞ്ഞു മറച്ചു എന്ന അർത്ഥമുണ്ട്. കാഫിർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധി എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ തന്നെ നന്ദി കെട്ടവെന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ തന്നെ കർഷകൻ എന്നുള്ള അർത്ഥവും എന്തിനുണ്ട്, കാഫിർ എന്ന പദത്തിന് ഉണ്ട്. കാഫിർ എന്ന് പറഞ്ഞാൽ കർഷകന് എന്ത് പറയും, കാഫിർ എന്ന അറബി ഭാഷയിൽ പറയാറുണ്ട്. കർഷകൻ ചെയ്യുന്ന പണി എന്താണ്, വിത്ത് മറക്കുമല്ലോ, വിത്തിട്ടിട്ട് എന്ത് ചെയ്യുക, വിത്ത് അവിടെ ഇട്ട് പോകില്ലല്ലോ ചെയ്യുക, അത് മൂടും അല്ലേ, അങ്ങനെ മൂടിയ കഫറ, ആ വിത്ത് മറക്കുകയാണല്ലോ. അവിടെ കാഫിർ എന്ന പേര് ആർക്കുണ്ട്, കർഷകന് ഉണ്ട്. ഇവിടെ കർഷകൻ എന്നുള്ള അർത്ഥത്തിലല്ല, സത്യനിഷേധി എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് നന്ദി കെട്ടവൻ എന്ന അർത്ഥത്തിലാണ് വന്നിട്ടുള്ളത്. അതല്ല ഫിറൗനിൻ്റെ അധികാരത്തെയും ഫിറൗനിൻ്റെ ഉലൂഹിയത്തിനെയും ഒക്കെ നിഷേധിച്ചു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുകൊണ്ട് നിഷേധി എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു എന്നുള്ള വ്യാഖ്യാനവും തഫ്സീറുകളിൽ കാണാവുന്നതാണ്. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഉരീത്തുന്നാർ, നരകം കാണിക്കപ്പെട്ടു. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ആരാണ്, സ്ത്രീകളാണ്, പെണ്ണുങ്ങളാണ് നരകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അല്ലേ. സ്വർഗത്തിലോ, സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ ആരാ, ആണുങ്ങളോ പെണ്ണുങ്ങളോ? സ്വജനപക്ഷപാതം. സ്ത്രീകളാണ് സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ, സ്ത്രീകളാണ് നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്, സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് സ്ത്രീകളാണ്. സന്തോഷമായില്ലേ? അപ്പോൾ യക്ഫുർന ലാഷീർ അല്ലേ, നബി പറഞ്ഞ കാര്യം യക്ഫുർന ലാഷീർ എന്ന് പറഞ്ഞത് അല്ലേ. യക്ഫുർന അവർ നിഷേധിക്കുന്നവരാന്ന് പറഞ്ഞപ്പോൾ സഹാബിമാർ ചോദിക്കുക, യക്ഫുർന ബില്ല, അവർ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരാണോ? അല്ല, യക്ഫുർന ലാഷീർ, അവർ ഭർത്താക്കന്മാരെ നിഷേധിക്കുക. ഭർത്താക്കന്മാരെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അവർ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്യുക, മറക്കുക, അതിനൊക്കെ ഇല്ല എന്ന് പറയാം. അപ്പോൾ കഫറ എന്നുള്ളതിന് ഇങ്ങനത്തെ രണ്ട് അർത്ഥങ്ങളുണ്ടെന്നുള്ള നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. വഫഅൽത ഫഅലതക അല്ലതി ഫഅൽത വഅൻത മിനൽ കാഫിരീൻ, നീ ചെയ്തിട്ടുള്ള ആ ദുഷ്പ്രവൃത്തി, സാധാരണ മോശം പ്രവർത്തികൾക്കാണ് ഫഅലത്ത് എന്ന് പ്രയോഗിക്കാറുള്ളത്. മാത്രമല്ല ഒരു തവണ നടക്കുന്ന പ്രവർത്തികൾക്കുമാണ് ഫഅലത്ത് എന്ന് പ്രയോഗിക്കാർ ഉള്ളത് എന്നുള്ളതാണ്. അത് ഇമാം തബരി റഹിമഹുല്ലാഹു തആലയുടെ തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും. ഫഅലത്ത് എന്നുള്ള പദം ഒരു തവണ ചെയ്യുന്ന കാര്യത്തിനാണ് അറിയിക്കുക. ഒന്നിലധികം തവണ ചെയ്യുന്നതാണെങ്കിൽ അതിന് ഫിഅലത്ത് എന്നുമാണ് പറയാന്നുള്ളൊരു വിശദീകരണം ഇമാം തബരി റഹിമഹുല്ലാഹു തആല നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്ത ആ പണി എന്ന് പറഞ്ഞാൽ എന്താണ് പണി? കൊലപാതകം അല്ലേ, ഖത്ലുൽ കിബ്തി, കിബ്തിയെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ വധിച്ചു എന്നതാണ് അവിടുത്തെ പണിയായിട്ട് പറയുന്നത്. ഓക്കെ, മിഅ്റാജിൻ്റെ സമയത്താണ്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്താണത്. അതുപോലെ തന്നെ സ്വർഗവും അതുപോലെ നരകമൊക്കെ ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ളതിനുള്ള ഒരു തെളിവ് കൂടിയാണ് അത്. അത് അഹ്ലുസുന്നയുടെ അഖീദയാണ്. സ്വർഗവും നരകമൊന്നും ഇനി എന്തല്ലേ അള്ളാഹു ഖിയാമത്ത് നാളിൽ ഉണ്ടാക്കുകയല്ല ചെയ്യുക, അതിപ്പോൾ നിലവിലുണ്ട്. സ്വർഗവും നരകവും ഇപ്പോൾ നിലവിലുണ്ട്. അതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ റമളാൻ വരുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഹദീസാണ്, ഇദാ ജാഅ റമളാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന വഗുല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിൻ്റെ കവാടങ്ങളൊക്കെ അള്ളാഹു കൊട്ടിയടക്കും, സ്വർഗത്തിൻ്റെ കവാടങ്ങളൊക്കെ അള്ളാഹു തുറന്നു വെക്കും. അപ്പോൾ ഇല്ലാത്തൊരു സ്വർഗത്തിൻ്റെ കവാടം തുറന്നു വെക്കുക, ഇല്ലാത്ത നരകത്തിൻ്റെ കവാടം അടക്കുക, അതില്ലല്ലോ. നരകത്തെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു ഉഇദ്ദത് ലിൽ
കാഫിരീൻ, കാഫിറുകൾക്ക് വേണ്ടി അത് ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ഉഇദ്ദത്ത്, ഇനി ഒരുക്കുന്നല്ല. സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക് വേണ്ടി അത് ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകവും സ്വർഗ്ഗം കണ്ടത്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എവിടെയായിരുന്നു? സ്വർഗത്തിലായിരുന്നല്ലോ. ആദം നബിയും ഹവ്വാബിയും സ്വർഗത്തിലായിരുന്നു. ആ സ്വർഗം തന്നെയാണ് ശരിക്കുള്ള സ്വർഗം. അവർ വേറെ സ്വർഗത്തിൽ, ഇനി നമുക്ക് പോകാനുള്ള വേറെ സ്വർഗം എന്നുള്ളതല്ല. ശരിയായ അഭിപ്രായം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയും ഹവ്വാബിയും ഒക്കെ ഉണ്ടായിരുന്നത് ആ സ്വർഗത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ആ സ്വർഗവും നരകവും നിലവിലുണ്ട് എന്നതാണ് ശരിയായ അഭിപ്രായം. അതിനുള്ളൊരു തെളിവ് കൂടിയാണ് ഈ സംഭവം. ഇനി ഇതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെട്ട സംഭവങ്ങളുണ്ട്. നബി സുജൂദിൽ കിടക്കുന്ന സമയത്ത് സ്വർഗവും നരകമൊക്കെ കാണിക്കപ്പെട്ട സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് നബി പറഞ്ഞത് ലൗ തഅലമൂന മാ അഅലമു ലദഹിക്തും ഖലീല വലബഖൈതും കസീറ. ഞാൻ അറിഞ്ഞതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചേ ചിരിക്കുള്ളൂ, കുറേ നിങ്ങൾ കരയുന്ന. നബി പറഞ്ഞ ആ വാക്കിലെല്ലാം ഉണ്ട്. അത് നബി ഒരിക്കൽ ഖുത്ബയിൽ പറഞ്ഞ വാക്കാണത്. ആ ഖുത്ബ കേട്ടിട്ട് സഹാബിമാർ മൊത്തം മുഖം പൊത്തി കരഞ്ഞു എന്നാണ് മദീന പള്ളിയിൽ. കാരണം നബി പറഞ്ഞ ആ വാക്കിലെല്ലാം ഉണ്ട്. നമുക്കിപ്പോഴും എന്താ വെച്ചാൽ സ്വർഗ്ഗം നരകമൊന്നും എന്ത് ചെയ്തിട്ടില്ല, ശരിക്കാണ് ബോധ്യപ്പെട്ടിട്ടില്ല. അത് ബോധ്യപ്പെടണം. ബോധ്യപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുക. എന്നാലും ഇന്നടുത്ത ഭാഗങ്ങളൊന്ന് ഓതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഹിഫ്ദിൻ്റെ കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ചെറിയ ചെറിയ ആയത്തുകളാണ്, കുറച്ച് ആയത്തുകളാണ് നമ്മൾ എടുക്കുന്ന ഭാഗങ്ങളെ ഹിഫ്ദാക്കി കൂടി പോകാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്പെടും. നമുക്ക് ഹിഫ്ദുള്ളൊരു ഭാഗം ഓതുന്നതും അല്ലാത്ത ഭാഗം ഓതുന്നതും തമ്മിൽ എന്തുണ്ട്, മാറ്റമുണ്ട്. أعوذ بالله من الشيطان الرجيم أن أرسل معنا بني إسرائيل قال ألم نربك فينا وليدا ولبثت فينا من عمرك سنين وفعلت فعلتك التي فعلت وأنت من الكافرين. ബസ് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് 2-3 ചോദ്യങ്ങൾ കൂടി ചോദിക്കട്ടെ. ഓക്കെ, എന്താണ് സുത്രയുടെ വിധി? എന്താണ് സുത്രത്തുൽ മുസല്ലി? ഒരു ഫിഖ് ആയിക്കോട്ടെ. സുന്നത്ത് മുവക്കദയാണ്, പ്രബലമായ സുന്നത്താണ്. ഇപ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ആരുടെ മുമ്പിലാണ് സുത്ര വേണ്ടത്? ഇമാമിൻ്റെ മുമ്പിലാണ് അല്ലേ? അതുകൊണ്ട് തന്നെ മഅ്മൂമുകൾക്കിടയിലൂടെ നടക്കുന്നതിൽ എന്തില്ല, പ്രശ്നമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് യാത്രയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ മഅ്മൂമുകൾക്കിടയിലൂടെ നടന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇമാമിൻ്റെ ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഇമാമിൻ്റെ മുമ്പിൽ എന്തുണ്ടായാൽ മതി, മറ ഉണ്ടായാൽ മതി. ഇമാമിൻ്റെ മറ മഅ്മൂമുകൾക്കും കൂടിയുള്ള മറയാണ്. അപ്പോൾ ഒരാൾ മഅ്മൂമുകൾക്കിടയിലൂടെ നടന്നു പോകുന്നതിൽ പാസ് ചെയ്യുന്നതിൽ എന്തില്ല, പ്രശ്നമില്ല. പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യുക എന്നുള്ളതല്ല. എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്ത് ചെയ്യുക, പ്രശ്നമില്ല. മഅ്മൂമിൻ്റെ മുമ്പിലാവുമ്പോൾ പ്രശ്നം. പിന്നെ ഹറമിലെ തിരക്കും കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് ഈ വിധി ഹറമിൽ ബാധകമല്ല എന്നുള്ള നിലക്ക് തിരക്കുള്ള സമയത്ത് സുത്ര നിസ്കരിക്കുന്നതിൻ്റെ മുമ്പിലൂടെ പാസ് ചെയ്യുന്നതിൽ ഇമാമല്ലെങ്കിലും മഅ്മൂമല്ലെങ്കിലും ഒക്കെ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും പാസ് ചെയ്യുന്നതിൽ തിരക്കടില്ല എന്നുള്ള നിലക്ക് ഷെയ്ഖുമാരുടെ ഫത്വകൾ കാണാം. അത് അവിടുത്തെ തിരക്കാണ്, അവിടെ വേറൊന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹു അലം. പിന്നെ വലീദ് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം എന്താണ്? കുട്ടി, കുഞ്ഞ്. വേറെന്തൊക്കെ അർത്ഥമുള്ളത്? ഭൃത്യൻ അല്ലേ, അടിമ എന്നൊക്കെ വലീദ് എന്നുള്ള പദത്തിന് അർത്ഥമുണ്ട്. ഓക്കെ, ഉമ്ർ എന്നാണോ ഒമുർ എന്നാണോ? ഒമുർ. ഹൽക്ക് എന്നാണോ ഹലുക്ക് എന്നാണോ? ഹുലുക്ക് എന്ന് പറഞ്ഞാൽ സ്വഭാവം അല്ലേ, ഹൽക്ക് എന്ന് പറഞ്ഞാലോ സൃഷ്ടി അല്ലേ, അത് ഹൽക്ക് തന്നെയാണ്, അതിന് സുക്കൂൻ തന്നെയാണ്. ഓക്കെ, ലബിസ ലബിസ രണ്ടും തമ്മിലുള്ള മാറ്റം, ഒന്ന് താമസിച്ചു എന്നാണ്, മറ്റേത് ധരിച്ചു എന്നുമാണ് അർത്ഥം. ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വാക്കർത്ഥങ്ങൾ ഇങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ പഠിച്ചു വന്നാൽ പിന്നെ ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ മനസ്സിലാകും. നമ്മളൊരു ഇമാമിൻ്റെ പിന്നിൽ നിസ്കരിക്കുമ്പോൾ ആ ഇമാം ഓതുന്നത് എന്താണെന്നൊക്കെ കുറേയൊക്കെ നമുക്ക് മനസ്സിലാകുന്നൊരവസ്ഥയിലേക്ക് നമ്മളെത്താം. അപ്പോൾ കൂടുതൽ ആ വാക്കർത്ഥങ്ങൾ കൂടി ഒന്ന് ഫോക്കസ് ചെയ്യാൻ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഏതായാലും അള്ളാഹു ഈ ഒരു കൂടിയിരുത്തം നമ്മൾ ഇന്ന് സ്വീകരിക്കട്ടെ.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നോട്ട്സ് എഴുതുക, നോട്ട്സ് ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് തരികയാണ്. നിങ്ങൾ നന്നായിട്ടൊന്ന് ഒരുങ്ങുക. ഒരു നോട്ട് നമ്മുടെ ഖുർആൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ കയ്യിൽ കരുതുക, അത് എഴുതി പഠിക്കുക, അത് പിന്നീടൊന്ന് എടുത്തു നോക്കുക. ക്ലാസ് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവും. പിന്നെ വീട്ടിലെത്തിയാൽ ഇന്ന് പോയാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവും, നാളെ ആകുമ്പോൾ കുറച്ച് കുറയും, മറ്റന്നാൾ പിന്നെയും കുറയും, അടുത്ത ആഴ്ച ആകുമ്പോൾ ഫുൾ ബ്ലാങ്ക് ആയിരിക്കും. അപ്പോൾ അതിന് മുമ്പ് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒന്ന് ആവർത്തിച്ച് വായിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനും കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ നമുക്ക് ആഴ്ചയിൽ എന്ത് ചെയ്യാം, ഒരു എക്സാം എന്നുള്ള നിലക്കൊക്കെ നടക്കുകയാണെങ്കിൽ, ഗൂഗിൾ ഫോം വഴി എക്സാമൊക്കെ നടക്കുകയാണെങ്കിൽ ഒന്നുകൂടിയൊക്കെ ഒന്ന് പഠനത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റുമെന്ന് വിചാരിക്കുന്നു. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ, നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.